ഗൈസ്, സോ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഡിലീറ്റ് സോങ് മ്യൂട്ടേഷൻ വർക്ക് ചെയ്തു. പക്ഷേ ഗ്രാഫിക്കൽ ടൂണിൻ്റെ ഉള്ളിലാണ് നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ അത് മൂവ് ചെയ്തിട്ട് നമ്മുടെ കമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന ശേഷം അതിന് വയറപ്പ് ചെയ്യാൻ ടൈമായി. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മ്യൂട്ടേഷൻ കോപ്പി ചെയ്യാണ്. ഫസ്റ്റ് ഇത് റിമൂവ് ചെയ്തിട്ട് ഇതാണ് കമൻറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഈ മ്യൂട്ടേഷൻ കോപ്പി ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് VS Code ഓപ്പൺ ചെയ്ത് സോങ് ലിസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യാം. അവിടെയാണ് നമുക്ക് മ്യൂട്ടേഷൻ വെക്കേണ്ടതല്ലോ. സോ സോങ് ലിസ്റ്റിലാണ് നമ്മൾ വെക്കാൻ പ്ലാന്. സോ സോങ് ലിസ്റ്റിൽ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഒരു ഡിലീറ്റ് ബട്ടൺ വെക്കേണ്ട ആവശ്യമുണ്ട് താനും. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ്, ഇത് ഓരോ സോങ്ങിൻ്റെ ടൈറ്റിലാണല്ലോ. സോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, അത്യാവശ്യം വലിയ ചുമന്ന ഒരു ത്രാഷ് ഐക്കൺ പോലെ വരണം എന്ന് വെച്ചാൽ ഡിലീറ്റിനെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻറ്റു അല്ലെങ്കിൽ എക്സ് ഐക്കൺ ഒക്കെ ഒരു ഐക്കൺ നമ്മൾ പ്ലേസ് ചെയ്യണം. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ സോങ് ഏതാണെന്ന് വെച്ചാൽ ആ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, പക്ഷേ അതിന് മുമ്പ് നമ്മൾ കോപ്പി ചെയ്ത മ്യൂട്ടേഷൻ ഞാനിവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യണമല്ലോ. സോ ഞാൻ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഫയലിൽ മ്യൂട്ടേഷൻ നമ്മൾ എഴുതിയ പോലെ, കൊറീസ് എഴുതിയ പോലെ വേണമെങ്കിൽ എഴുതാം സെപ്പറേറ്റ് ഫയലിൽ. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ മ്യൂട്ടേഷൻ എവിടെയും യൂസ് ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ കോഡ് ബേസിൻ്റെ ഉള്ളിൽ. സോ ഡ്യൂപ്ലിക്കേഷൻ്റെ ഇഷ്യൂ വരുന്നില്ല അതുകൊണ്ട് തന്നെ. സോ അതുകൊണ്ടാണ് ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിൽ ഈ നമ്മുടെ കമ്പോണൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ എന്ന് വെച്ചാൽ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഇല്ല നമ്മൾ ഈ എഴുതിയ മ്യൂട്ടേഷൻ വേറെ എവിടെയെങ്കിലും നമ്മൾ ആപ്ലിക്കേഷനുള്ളിൽ കോൾ ആവുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വേറെ ഹെൽപ്പർ ഫയലിലേക്ക് മൂവ് ചെയ്യാത്തതും ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതുന്നതും നമ്മൾ കൊടുക്കുന്ന മ്യൂട്ടേഷൻ. അതല്ല, നിങ്ങൾക്ക് ഈ മ്യൂട്ടേഷൻ ഇവിടെ കോപ്പി ചെയ്യേണ്ട ഹെൽപ്പർ ഫയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്തോളാം. ലൈക്ക് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യണോണ്ട് നല്ലതാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ കോഡ് ഡ്യൂപ്ലിക്കേറ്റ് ആവാനുള്ള ചാൻസ് ഇല്ല, കാരണം ഈ മ്യൂട്ടേഷൻ അവിടെ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാനിവിടെ തന്നെ എഴുതുന്നത്. കോൺസ്റ്റ് മ്യൂട്ടേഷൻ ഈക്വൽ ടു പേസ്റ്റ്. ഓക്കെ, ഇനി നമ്മുടെ മ്യൂട്ടേഷൻ പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കൊടുത്ത മ്യൂട്ടേഷൻ പേസ്റ്റ് ചെയ്തു. പക്ഷെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഓൾറെഡി GraphQL ഹെൽപ്പർ ഉണ്ട് ഇവിടെ. ഈ ഹെൽപ്പർ എന്ന് വെച്ചാൽ വേറെ ഫെച്ച് സോങ് കൊറിയായിട്ട് ഓൾറെഡി ടൈഡപ്പാണ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ പെർട്ടിക്കുലർ കമ്പൗണ്ടിൽ ഇപ്പോൾ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ 2 സെപ്പറേറ്റ് GraphQL കോഡ് ഉണ്ട്, അല്ലെങ്കിൽ കൊറീസ് ഉണ്ട്. ഓക്കെ, സോ അത് രണ്ടും ഈ ഒറ്റ കമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് GraphQL ഒരു ഇതിട്ടിട്ട് കൊറി വിളിച്ചിട്ട് അതിൻ്റെ ഫങ്ഷൻ റിട്ടേൺ വരുമ്പോൾ അടുത്തത് സോങ് ലിസ്റ്റ് കമ്പൗണ്ട് നമ്മൾ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ എങ്ങനെ പാസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചിലപ്പോൾ ഇവിടുന്ന് കോമ ഇട്ടിട്ട് മ്യൂട്ടേഷൻ എന്നൊക്കെ ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ ഐഡിയലി അത് പറ്റില്ല, അതങ്ങനെ വർക്കാവില്ല. ഓക്കെ, സോ GraphQL ലൈബ്രറി അങ്ങനെ അതിന് വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടില്ല ഇപ്പോൾ കറൻ്റ്ലി. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ കൊറീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൾട്ടിപ്പിൾ കൊറീസ് മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻ എടുക്കാനുള്ള സെറ്റപ്പൊന്നും GraphQL കൊറി ചെയ്തിട്ടില്ല. അത് സ്ട്രിക്റ്റ്ലി ഒരു കൊറി ഒരു മ്യൂട്ടേഷൻ, അല്ലെങ്കിൽ ഒരു കൊറി അല്ലെങ്കിൽ ഒരു മ്യൂട്ടേഷൻ ഒരു സമയത്തേ എടുക്കുള്ളൂ. ഓക്കെ, സോ നമ്മൾ മൾട്ടിപ്പിൾ കൊറീസ് ഈ ഹെൽപ്പറിൻ്റെ ഉള്ളിൽ പാസ് ചെയ്യുന്ന വെച്ചാൽ നടക്കില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് GraphQL ഹെൽപ്പറിൻ്റെ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് യൂസ് ചെയ്യണം. ഇവിടെ നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ GraphQL ഹെൽപ്പർ 2 പ്രാവശ്യം കോൾ ചെയ്യണം, എന്നാലേ നടക്കുള്ളൂ. അപ്പം ഞാനിവിടെ ഞാൻ എൻ്റർ അടിക്കണം. ഇതെങ്ങനെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം കോൾ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. GraphQL ഓഫ് മ്യൂട്ടേഷൻ, എന്നിട്ട് ഓപ്പൺ ബ്രാക്കറ്റ് അടക്കുക, എന്നിട്ട് അത് മുഴുവൻ ഇവിടെ റാപ്പപ്പ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി ഐഡിയൽ വേ നമ്മൾ മൾട്ടിപ്പിൾ കൊറീസും മൾട്ടിപ്പിൾ മ്യൂട്ടേഷനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സിംഗിൾ കമ്പൗണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയൽ വേ ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത്ര കൺഫ്യൂസിങ് ആയിരിക്കും. GraphQL ഹെൽപ്പർ ആദ്യം യൂസ് ചെയ്തിട്ട് ഈ മ്യൂട്ടേഷനെ നമ്മൾ യൂസ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ കിട്ടിയ റിസൾട്ട് വച്ചിട്ട് അടുത്ത GraphQLനെ അടുത്ത ഹെൽപ്പറിനെ വേഗം ഇൻവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഹെൽപ്പറിനെയും പിന്നെ അതേപോലെ സോങ് ലിസ്റ്റ് കമ്പൗണ്ടിനെയും ഇൻവോക്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇതാദ്യം ഇൻവോക്ക് ചെയ്യും, ഈ GraphQL മ്യൂട്ടേഷൻ വെച്ചിട്ട് ഇൻവോക്ക് ചെയ്ത ശേഷം അതിന് കിട്ടിയ റിസൾട്ട് ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷൻ വെച്ചിട്ട് ഇമീഡിയറ്റ്ലി അടുത്തതിന് ഇൻവോക്ക് ചെയ്യും. എന്ന് വെച്ചാൽ GraphQL കൊറിയും അതിൻ്റെ അസോസിയേറ്റഡ് കമ്പൗണ്ടിൻ്റെ വെച്ചാൽ അതിനും ഇൻവോക്ക് ചെയ്യുന്നു. സോ
സോ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സോ എനിക്ക് മനസ്സിലായി GraphQL ഈ സിൻടാക്സ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ കാണാൻ ഒരു സുഖമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇതിനെ അവർ ഫിക്സ് ചെയ്യുമായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തേർഡ് പാർട്ടി സൊല്യൂഷൻ APIs ഒക്കെ വെച്ച് തേർഡ് പാർട്ടി ലൈബ്രറീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. ഞങ്ങൾക്ക് ശ്രമിച്ചിട്ടില്ല, ഞാൻ പക്ഷേ വായിച്ചിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടി ലൈബ്രറീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിന് സൊല്യൂഷൻസ് ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഞാനത് ഇതുവരെ വായിച്ചിട്ടില്ല, ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് വായിച്ചിട്ടുള്ളൂ. അതെങ്ങനെയാണെന്നൊന്നും ഞാൻ ഫുൾ ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഞാൻ കറൻ്റ്ലി ഈ ഒരു സിൻടാക്സ് വെച്ചിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ നമ്മുടെ മ്യൂട്ടേഷൻസൊക്കെ നമ്മുടെ കമ്പൗണ്ടിലേക്ക് വയറപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതിൽ നമ്മൾ എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്സ് നടക്കുക എന്ന് വെച്ചാൽ, ഇനി മ്യൂട്ടേഷനായി, ഇനി ഡിലീറ്റ് ബട്ടൺ വേണം, ക്ലിക്ക് ചെയ്താൽ ഓരോ സോങ് ഡിലീറ്റ് ആവണം. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.